സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ ഗായ്സ്. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് പിന്നെ തിരിച്ച് വന്നേക്കുകയാണ് ഗായ്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൊറർ മോഡ് ഇട്ടതുകൊണ്ട് അതിൻ്റെ റിവ്യൂ ആണ് ഗായ്സ്. അപ്പോൾ എന്താ പറയുക പറയാം, അപ്പോൾ ഞാൻ എനിക്ക് എൻ്റെ എന്താ പറയുക പണ്ടത്തെ ഒരു വേൾഡിൻ്റെ കോർഡിനേറ്റ് തന്നെ എടുത്തിട്ടേക്കാണ്. കാരണം ഈ ഹൊറർ മോഡ് ഒരു നല്ല എന്താ പറയുക നമ്മളെന്താ പറയുക ഒരു നല്ല ഒരു ബയോമിലേ വരത്തുള്ളൂ, ക്ലിയർ ആയിട്ടുള്ള ബയോമിലേ ഹൊറർ മോഡ് വരത്തുള്ളൂ. ഹൊറർ മോഡെന്നല്ല പേര്, സോറി എന്താ നൈറ്റ് ഡൗളറോ നൈറ്റ് ഡൗളർ എന്ന് പറയുന്ന ഒരു ഹൊറർ മോഡാകട്ടോ. സോറി ഹൊറർ മോഡ് അത്രേ ഉള്ള. അപ്പം ഈ മോഡ് രാത്രിയിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ എയിമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട് പണിയുക, എന്നിട്ട് എന്താ പറയുക ഇതിനെ കാണുക, വീഡിയോ ചെയ്യുക, അത്രേ ഉള്ളൂ. റിവ്യൂ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഇതിൻ്റെ പെയ്ഡ് വെർഷൻ ഉണ്ട് ഈ മോഡിൻ്റെ, പക്ഷേ അത് മേടിക്കാം, പക്ഷെ കുറച്ച് പരിപാടിയുണ്ട്, അത് ഇതുപോലെ കിട്ടത്തുള്ളൂ. ഇതിൻ്റെ ഇപ്പോൾ ഒരു എന്താ പറയുക മൊബൈൽ വെർഷൻ, പോക്കറ്റ് എഡിഷൻ വെർഷൻ ആണ് മോഡിൻ്റെ. അപ്പോൾ അത് ഞാൻ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ആക്കിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ അപ്പുറത്ത് വില്ലേജ് ഉണ്ട്, കാരണം ഇതെൻ്റെ പണ്ടത്തെ വേൾഡാണ്. അതേ വേൾഡ് ഞാൻ കോപ്പി ചെയ്ത് ഇട്ടതാണ്. കാരണം ഞാൻ ഒരുപാട് പ്രാവശ്യം ഈ മോഡ് ഡൗൺലോഡ് ആക്കി ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്തു, പക്ഷേ എല്ലാത്തിലും സ്നോയും അങ്ങനത്തെ കുറേ ബയോമൊക്കെ വരുന്നത്. ഈ ക്ലിയർ ബയോമിലേ ഈ മോഡ് കാണത്തുള്ളെന്നല്ല, എല്ലാ ബയോമിലും വരും. എന്നാലും ഒരു ക്ലിയർ മോഡിൽ പെട്ടെന്ന് കാണപ്പെടില്ലേ, പിന്നെ ഒരുപാട് ടൈം എടുക്കും ഒരു നല്ല ബയോമ കണ്ടുപിടിക്കാനും. ഇപ്പം ഇതെൻ്റെ പണ്ടത്തെ വേൾഡായതുകൊണ്ട് ഈ വേൾഡിനെ കുറിച്ച് നല്ലതായിട്ട് എനിക്കറിയാം. ഇപ്പോൾ ഇവിടെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇവിടെ ഉണ്ട് ഈ ബ്ലാക്ക് സ്മിത്തിന് നല്ല ലൂട്ടുണ്ട് കേട്ടോ, എനിക്കറിയാം. മാറാ പണ്ട് കൂട്ടുകാരന്മാരായിട്ട് ഈ വേൾഡിലൊക്കെ കളിച്ചുകൊണ്ടിരുന്നത്. ഉണ്ടോ, നല്ല ലൂട്ടുണ്ട്. ചെസ്റ്റോടെ അങ്ങ് പൊട്ടിച്ചിട്ടേക്ക്, ഇനി ഇതെല്ലാം എടുത്ത് വരുമ്പോൾ നാളെയാകും. അപ്പോൾ രാത്രിത്തേക്കിനുള്ളിൽ ഒരു വീട് സെറ്റാക്കല്ലേ. ആ വീട് വേണ്ട, അല്ലാതെ വീടുണ്ട്, എന്നാലും എന്താ പറയുക ഒരു വീഡിയോ സെറ്റാക്കിയേക്കാം. ഈ ഇവരെ വീടിനകത്ത് നിന്ന് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് കാണത്തില്ല, ഒരു പൊക്കത്ത് നിന്നാലേ ഇതിനെ കാണത്തുള്ളൂ. അപ്പം ഇതെൻ്റെ പണ്ടത്തെ വീടായി കൂട്ടുകാരന്മാരായിട്ടാണ് കളിക്കുന്നത്. അപ്പം ഞാൻ അവരുമായിട്ട് ലെസ് പ്ലേ സീരീസ് തുടങ്ങാമെന്ന് വിചാരിക്കുക, അവധിക്ക് മൾട്ടിപ്ലെയർ തുടങ്ങാമെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കളിക്കണമെന്നോ അല്ലെങ്കിൽ അവരോടെ കളിക്കണമെന്നോ എനിക്കറിയത്തില്ല. അവരോടെ കളിച്ചാൽ കുറച്ച് ഫണ്ണി വീഡിയോ ആയിട്ട് ഇടാമെന്ന് തോന്നും. പക്ഷേ ഇവിടെ ആയിരുന്നു ഞങ്ങളെ വീട്, ഇവിടെ എൻ്റെ മൗണ്ടൻ ഹൗസ്, ഇവിടെ അടിയിൽ ഒരു വീഡിയോ ഉണ്ടായിരുന്നു മൗണ്ടൻ ഉണ്ട്. അവിടെ കൂട്ടൻ്റെ ട്രീ ഹൗസ് ഉണ്ടായിരുന്നു അവിടെ. ഇത് പിന്നെ ഈ 3 ഒരുമിച്ച് ഒട്ടിച്ച് ഒരുമാതിരി വല്ലാത്തൊരു വീട് വെച്ച് വല്ലാത്തൊരു ജോയൽ എൻ്റെ കൂട്ടുകാരൻ, പിന്നെ അവിടെ അഭിനവ്, ഞങ്ങൾ 3 പേരും കൂടെ ഈ വേൾഡ് കളിച്ച് ഇത് എന്താ പറയുക മൾട്ടിപ്ലെയർ ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പൈസ എന്താ പറയുക, നമുക്ക് ആദ്യം ഇവിടെങ്ങാണ്ട് നെതർ പോർട്ടലുണ്ട് കേട്ടോ അവിടെ ആയിട്ട്. സോ അതൊക്കെ വിട്. നമുക്ക് ആദ്യം ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബേസിക്കലി വുഡ് കട്ട് ചെയ്ത് തുടങ്ങാം. വുഡ് കട്ട് ചെയ്ത് ഇവിടെ ഒരു എന്താ പറയുക ഒരു ഓപ്പൺ ഏരിയ, കുറച്ചുകൂടെ ഓപ്പൺ ഏരിയ ഉണ്ട് ഇവിടെ വല്ലതായിട്ടൊരു വീട് പണിഞ്ഞിട്ട് രാത്രി മുഴുവൻ നോക്കാം. അപ്പോൾ ഈ സാധനം രാത്രി വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ വേണ്ട ഒരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ച് വുഡ് കട്ട് ചെയ്ത് അയൺ ആക്സ് അങ്ങ് ഉണ്ടാക്കാം. അയൺ ഇല്ലേ, എന്തായാലും അയൺ കുറച്ച് നേരത്തേന് ഉള്ളു. അപ്പോൾ നമുക്ക് 4 വുഡ് കട്ട് ചെയ്ത് കുറച്ച് അയൺ ആക്സ് ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള വുഡെല്ലാം കട്ട് ചെയ്ത് ഒരു വീട് പണിക്ക് സെറ്റാക്കാം. ഇതൊന്ന് പൊട്ടിച്ച് വരുന്ന നാളെ അത്ര 3 മതിയല്ലോ. ഇതൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ നമുക്ക് സെറ്റാക്കാം. ഓക്കെ, ക്രാഫ്റ്റിംഗ് ടേബിൾ സെറ്റായി. അപ്പോൾ കുറച്ച് സ്റ്റിക്ക്, ഒരു അയൺ ആക്സ് ഇത്രയും മതി. അയൺ ആക്സ് മതി, പിക്കാക്സിൻ്റെ ആവശ്യം എനിക്കിപ്പോൾ ഇല്ല, അയൺ ആക്സ് മതി. ഓക്കെ, അപ്പോൾ അയൺ ആക്സ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഇവിടെ കണ്ട് കുറേ വുഡുണ്ട്. എത്ര വുഡായി? 34 ധാരാളം ബേസ് പണിയാനായിട്ട് മതി. ഇപ്പോൾ ഫുഡിന് കുറവുണ്ട് കേട്ടോ. അയ്യോ ഇവിടെ കണ്ട് ഇതുണ്ടായിരുന്നല്ലോ ഫാം, പന്നി കൊല്ലണം. ഇവിടെ എല്ലാം ഇരിക്കട്ടെ, കുറേ പശുവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കണ്ട് അല്ല ഫാം ഇവിടെ ഇത് ഫസ്റ്റ് ടൈം ഞങ്ങളെ 3 പേരെയും കൂടി ഇതായിരുന്നു. ഞാൻ എന്തിനാ പണ്ടത്തെ കഥയാക്കി. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അവിടെ പണിയണോ ഇവിടെ പണിയണമെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ പണിഞ്ഞ വില്ലേജിന് നടക്കാണ്ട് ഒരു ധൈര്യം കാണും, പക്ഷേ അത്രയ്ക്ക് ഓപ്പൺ ഏരിയ ആയിരിക്കത്തില്ല. അപ്പം ഞാൻ വിചാരിക്കുന്നത് വില്ലേജിൻ്റെ അടുത്തും ആയിക്കോട്ടെ, ഇതിൻ്റെ അടുത്തുമായിട്ട് ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇവിടായിട്ട് പണിയാമല്ലേ, ഇവിടെ ഈ ഭാഗത്തായിട്ട് പണിയല്ലേ, ഇവിടായിട്ടൊരു ബേസ് പണിയാം, കുഞ്ഞ് ബേസ് ആയിട്ടൊരു കുഞ്ഞ് ബേസ് പണിഞ്ഞ് രാത്രിത്തേക്കിനുള്ളിൽ ബേസ് പണിയാം. അതിനുള്ളിൽ പണിയുമല്ലോ. ഇപ്പം തന്നെ രാത്രിയാകും, വീട്ടിൽ വന്ന് വുഡ് കെട്ടി 1/2 മണിക്കൂറായി. ഒരു 64 മതി, ധാരാളം, ഒന്നും കൂടെ. ഓക്കെ, അത്രേ ഉള്ളൂ. സോഡ് വെറുതെ എന്തിനാ കളഞ്ഞ്. സോ ഇവിടെ ആയിട്ടൊരു കുഞ്ഞ് ബേസ് പണിഞ്ഞത്ത്, കുഞ്ഞല്ല അത്യാവശ്യം. സോ ഇത്രയും പോരെ, ഇത്രയും മതി. സോ ഗായ്സ്, ബേസ് പണിഞ്ഞ് രാത്രിയായി. ബേസ് പൂർണ്ണമായി ഇതാക്കിയിട്ടില്ല. അപ്പോൾ ഇനി എനിക്ക് പോകാൻ പേടി, അവിടെയൊക്കെ പോയി കഴിഞ്ഞ് സുനാപ്പി ഇടയ്ക്ക് വന്നാൽ തീർന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയൊക്കെ മതിയല്ലേ.
എന്തായാലും ഒരു സോംബി ക്രീപ്പർ ഇതൊന്നും വേത്തില്ലെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇവിടെ അങ്ങോട്ട് അയൺ ഗോളോ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ മതി. അതായത് നമുക്കിനി എന്തുവാന്ന് വെച്ചാൽ കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്ത സാധനം നമ്മളെ ഉറപ്പാടെ നമ്മൾ അടുത്ത് വരും. കാരണം നമ്മൾ സ്പോണാകാൻ തന്നെ അവിടെ സ്പോണാകും. ഫുഡൊക്കെ അത്യാവശ്യം ഉണ്ടോ? അയ്യോ, അതുകൊണ്ട് അവിടെ ഹേബേലുണ്ടായിരുന്നു. ഹേബേൽ അങ്ങനെയല്ലേ വേണ്ടി അതുണ്ടാക്കി. കുറച്ച് സൗണ്ട് കുറയ്ക്കട്ടെ, നിങ്ങൾക്ക് ഭയങ്കര സൗണ്ടായിരിക്കും. അറിയത്തില്ല സൗണ്ട് കൂടുതലാണോ കുറവാണോ എന്ന് എനിക്ക് പോലും അറിയത്തില്ല. അവിടെ നല്ല രീതിയിൽ രാത്രി ആയിട്ടുണ്ടായി. അപ്പം മോഡ് ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്യുക, വീഡിയോ എൻഡ് ചെയ്യുക, അത്രയേ ഉള്ളൂ. നല്ല രീതിയിൽ രാത്രിയായി വരുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം, നേരെ കട കഥകളും ഇനി മാർഗം എന്തേലും വരുവാണെങ്കിൽ വില്ലേജിനകത്തോട് ഓടിക്കയറാം. അതിൻ്റെ സോംബി എല്ലാം പുറകെ വരുന്നുണ്ട്. ഇവിടെ അങ്ങോട്ട് അയൻകോളം ഉണ്ടായിരുന്നല്ലോ, ഇല്ലയോടാ ചത്തോ? ഓ ഫക്ക് 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 ഇവിടെ സുനാപ്പി. അയ്യോ കഥകില്ലേ, പോയടാ, തീർന്നടാ, കഥകൊന്നും ഇല്ലടാ വീട്ടില്. അയ്യോ എടാ ഈ കഥ വെച്ചല്ല, ബ്ലോക്ക് വെച്ച് ഒപ്പിടി. അയ്യോ എവിടെയൊക്കെ ഞെക്കുന്നത്, ടെൻഷൻ. അയ്യോ കഥക്ക് പോയേ. എടാ ഇതെന്തോ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. ഇതുകൊണ്ടാ ഇതാ സുനാപ്പി നിൽക്കുന്നതുകൊണ്ട്. എനിക്കറിയാം, ഞാൻ പറഞ്ഞില്ലേ ഇതിവിടെ ഞാൻ അനങ്ങുമ്പോൾ ഇതിവിടെ പോണാന്ന് പറഞ്ഞു. ഇതുകൊണ്ടായി. ഫക്ക് ഇവിടെ എങ്ങോട്ടാണ് മാറി ഫോണായോ? ഇത് എൻ്റെ വുഡും ഇല്ല, എന്തോ ഇല്ല, എനിക്ക് വെളി ഇറങ്ങാൻ പേടിയായി. ഈ സുനാപ്പി വരും ഉറപ്പായി. ഇത് ഇവിടെ എങ്ങാണ്ട് അടുത്ത് ഇപ്പം മാറി സ്പോണായതാ എനിക്ക് ഉറപ്പായി. അടുത്ത് വല്ല എവിടെയെങ്കിലും കാണും. കാര്യം ചെയ്ത് ചോപ്പ് ചെയ്ത് മണ്ടക്കോട്ട് നമുക്ക് കയറി നോക്കാം. എന്നെ കാണുമെന്നറിയത്തില്ല. എന്തിയടാ വുഡിങ്ങോട്ടൊന്നും വന്നില്ലല്ലോടാ. ക്രീപ്പർ എൻ്റെ ഇടയിൽ വന്ന് പൊട്ടി. ടോർച്ചൊക്കെ പോവും. അയ്യോ ഒന്നും കൂടി ഇരുട്ടായി, ഒരു ഡാർക്ക്നെസ്. ഇപ്പം വേണേൽ സോംബിക്കെല്ലാം വന്ന് എന്നെ അടിക്കുമല്ല. എനിക്ക് ഉറപ്പായിരുന്നു ആ സുനാപ്പി വരുമെന്ന്. എന്തിയേ പോയോ? തല കാണിച്ചിട്ട് പോയി, പേടിച്ചൂറി. 1-2 മീറ്റർ നിന്നാണ് എന്നത് പോയി. പേടിച്ച് കേട്ടോ, പേടിച്ച്. എനിക്കറിയാൻ നിന്ന്. എന്തിയേ പോയോ? നീ ഇവിടെ വല്ല ചിരിച്ചോണ്ട്. അയ്യോ പേടിച്ചു, 2 മിനിറ്റ് നെഞ്ചിടിച്ചു കേട്ടോ. പെട്ടെന്നൊരു ചിരി കാണും. ഇവിടെ വല്ല ഞാൻ വില്ലേജറൊക്കെ ഉണ്ട്, ഒരു പേടിയില്ല. അവനെയൊക്കെ അവൻ്റെ കൂട്ടൊക്കെ എന്തോ അടിയാണ് തെറുക്കി അടിയടാ. മച്ചാൻ പോയെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. എന്തൊക്കെ എന്നെ അടിക്കുന്നുണ്ട്. പൈഡോനോ പോയി കാണുമല്ലേ? പോയി കാണുമായിരിക്കും. എന്തായാലും ഇവിടെ നിന്ന് കാണുന്നില്ല. ഫക്ക് എന്തി കാണുന്നില്ല, എന്ത് ചെയ്യുന്ന? ഐ തിങ്ക് അത് പോയെന്ന് തോന്നുന്നു, എന്നാ തോന്നുന്നത്. ഇത്രയുള്ള സാധനം ഒരുമാതിരി ഓടി വരും. എനിക്കറിയാം, ഒരുമാതിരി വല്ലാത്ത രീതിയിൽ തലയെ കാട്ടി ഓടി നമ്മളെ കടിക്കാൻ കൊല്ലും. അതാ സാധനം, അത്രേ ഉള്ളു. സോ എനിക്ക് അങ്ങോട്ട് പോകാൻ പേടി, അതുകൊണ്ട് ഇവിടെ ചുറ്റിനും കിടന്ന് കറങ്ങുന്നു. അതുകൊണ്ടാണ് വീഡിയോ പോകുന്നുള്ളൂ. സുനാപ്പി വന്നു. എന്തേലും വരുവാണെങ്കിൽ ഓടി വീട്ടിൽ കയറാവേ. വാടാ അടിക്കാൻ പാടാ. വാ അടിക്കാൻ, പേടിച്ചോ? അടിക്കാൻ വാടാ അടിക്കാൻ. അയ്യോ മയിൽ, അയ്യോ തീർന്നടാ. അയ്യോ തീർന്നേ. വാടാ അടിക്കാൻ പേടിച്ചോ? വാ അടിക്കാൻ പാടാ. അയ്യോ പോടാ. ഈ തീർന്നടാ, എൻ്റെ എല്ലാം തീർന്ന്. എന്ത് ചെയ്യാന്ന്? പിന്നെ അവിടെ സ്പോണായി, പിന്നെ ആളെ കണ്ടെത്തില്ല. ഈ ക്രീപ്പർ സോംബി എനിക്ക് ദേഷ്യം കേട്ടോ. രാവിലെ അവൻ്റെ കളിയൊക്കെ നിന്ന് പോയി കേട്ടോ. പോയി സൂര്യ ഉദിച്ചു. സൂര്യൻ എന്തി? അയ്യോ സൂര്യനെ കാണുന്നില്ലേ? സൂര്യനില്ലേ? അവൻ പോയെന്ന് തോന്നുന്നു കേട്ടോ. അവൻ പേടിച്ചു പോയി. എനിക്കറിയാം അവൻ പേടിച്ചു പോകുന്നു. ഇതിങ്ങനെ രണ്ട് വട്ടം മിന്നി നിൽക്കും. ഒന്ന് തങ്ങുപോയി. രാവിലെയായി, ഇനി അവനെ നോക്കണ്ട. സോയ്സ് എന്താ പറയുക, സൂര്യനുദിയൊക്കെ കഴിഞ്ഞിട്ട് പോകാം കേട്ടോ. സൂര്യൻ ഇങ്ങോട്ട് വാ. സൂര്യൻ എന്ത് ചെയ്യാ? സൂര്യൻ സോയ്സ് അപ്പോൾ ഇനി രാവിലെ ആയത്, ഇനിയും വരത്തില്ല. ചുമ്മാ അല്ല, സൂര്യൻ വന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. സോയ്സ് അപ്പോൾ എൻ്റെ സൂര്യൻ ഉദിച്ചു. അയ്യോ അതിൻ്റെ ഇടയ്ക്ക് സോയ്സ് അപ്പോൾ സൂര്യൻ ഉദിച്ചത്തുണ്ട്. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ ജസ്റ്റ് ഒരു കുഞ്ഞ് റിവ്യൂ ആയിരുന്നു. സുനാപ്പി കൊണ്ട് അവിടെയൊക്കെ വന്ന് നിന്നിട്ട് പോയി. 2-3 പ്രാവശ്യം മിന്നി നിന്നിട്ട് പോയി.
അപ്പം ഞാൻ നോക്കട്ടെ, ഒരു അടുത്ത വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ ഇതിൻ്റെ അറ്റാക്കിങ് കൂടെ കാണിച്ചു തരാം. നിങ്ങൾ ജസ്റ്റ് റിവ്യൂവിനെ കണ്ടാൽ പോലും മതിയല്ലോ, അറ്റാക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് അറിയണ്ടേ. സോ ഗൈസ്, അപ്പോൾ അതിൻ്റെ അറ്റാക്കിങ് നിങ്ങൾ കണ്ടില്ല. അതിന് വേണ്ടി മാത്രം ഞാൻ ഒന്നും കൂടെ ഈ വേൾഡ് മൊത്തത്തിൽ ക്രിയേറ്റീവ് ഇട്ട് കേട്ടോ. ക്രിയേറ്റീവ് ഇട്ടത് ഒന്നും കൂടെ രാത്രിയാക്കിയിട്ട് അപ്പോൾ ഇത് എങ്ങനെ അറ്റാക്ക് ചെയ്യാമെന്ന് അറിയാം. നെതറൈറ്റ് ആർമറൊക്കെ എടുത്ത് അങ്ങ് സെറ്റാക്കി കേട്ടോ. അവൻ ഇനി തൊടുവോന്നറിയട്ടെ. ഇപ്പം സോംബിയൊക്കെ കാണിച്ചു തരാം. വാടാ, അടിക്കാൻ പാടാ. ആ തൊടു. അയ്യോ, പോട്ടോ. ഓ, കൊച്ചി ഇറങ്ങാൻ. ഇതിപ്പോൾ ഒന്നും കൂടെ ഞാനൊരു സെയിം ആ വേൾഡ് തന്നെ ക്രിയേറ്റീവ് ഇട്ടേക്കാണ്. കാരണം ഇതിനെ ഒന്ന് വരുന്ന കാണാനായിട്ട്. അയ്യോ, എൻ്റെ വില്ലേജറിനെ അടിച്ചു കൊല്ലുന്നു. സോ എനിക്ക് ഭയങ്കര സങ്കടമായി വില്ലേജറിനെ കൊല്ലുന്നു. അപ്പോൾ അവൻ പോകുന്നുണ്ടോ. അയ്യോ, വിച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ടായി. അതിനെ അടിച്ചു കൊന്നാലും അതിൻ്റെ പോർഷനെല്ലാം പിടിച്ച് ഞാൻ കളാന്നിരിക്കും. സോ ഒന്നും കൂടെ ഞാൻ ജസ്റ്റ് ക്രിയേറ്റീവ് ഇട്ടത്തുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അറ്റാക്ക് എങ്ങനെയാണെന്ന് കണ്ടില്ലല്ലോ. എന്താ പറയുക, അറ്റാക്ക് എങ്ങനെയാണെന്ന് കണ്ടില്ല. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇട്ടതാണ്. നോക്കാം ഇവിടെ എല്ലാം ഒന്നും കൂടെ അതിപ്പോൾ സ്പോണായിട്ട് അതെങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത് നോക്കിയിട്ട്. ഇതാണ്ട് പണ്ടാരം. വാടാ, പേടിയാണോ? വായൊക്കെ തുറന്നിരിക്കുന്നുണ്ട്. എന്തോ ഇരിക്കുന്നത്. വാടാ, അടിക്കാൻ പാടാ. പണ്ടാരം വാടാ അവിടെ ചെറിയപ്പുറമായി അടിക്കാൻ പാടാ. വാടാ, അടിക്കാൻ പേടിക്കോ? വാടാ, എന്താ പേടിക്കോ? വരുന്നില്ലേ? പിടിക്കോ? വാ, തൊടടാ. അയ്യേ, ഇത് അടിക്കത്തില്ലെന്ന് എന്നിട്ട് തൊടാ. പേടിച്ചു കേട്ടോ. പേടിച്ചു കൈസ്. ഇതിപ്പോൾ ദേഷ്യത്തിലല്ല. വിട്ടേക്ക്. ഒന്നും ചെയ്തില്ല. വിട്ടേക്ക്. ഞാനും ചെയ്യത്തില്ല. എന്നെ വിട്ടേക്കും. ഞാൻ ചെയ്തത്തില്ല. എന്നെ വിട്ടേക്കടാ. പാവം ചെറുക്കനാ. പാവം ചെറുക്കൻ. ഞാനേ പണ്ടേ പാവാ. ഇപ്പരും പാവാ. പോയോ? പറഞ്ഞില്ല, സുനാപ്പിങ് ഓടി വന്നു കേട്ടോ. എൻ്റെ അറ്റാക്കിങ് കാണാനായിട്ട് ഞാൻ വന്നേ കേട്ടോ. ഇതല്ല, പേടിച്ചു പോയോ? വാ, ഒന്നും കൂടെ കയറുവാ. വാടാ, മണ്ടയ്ക്കൂടെ വാടാ. എന്ത് നീ താഴെ തലയാട്ടുന്നത്? എന്താ മണ്ടയ്ക്കൂടെ വാടാ. താഴെ തലയാട്ടുന്നു. പേടിച്ചു പോയോ? പേടിച്ചെന്ന് തോന്നുന്നു കേട്ടോ. ഗൈസ്, അവൻ പേടിച്ചു. താഴെ തലയാട്ടുന്നു. എന്താ? എന്തോടാ? പിന്നെ എന്തൊക്കെ ശബ്ദങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒന്നും ചെയ്തില്ല. കഥ നമ്മളെ കൊന്നിട്ടുണ്ട് കേട്ടോ. അപ്പം വീഡിയോ ഇന്ന്